ഓ വിശന്നിട്ടേ കണ്ണ് കാണില്ല. ഒരു സെക്കൻഡ്. ആയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയൊരു സാൻഡ്വിച്ചാണ്. നല്ല ചൂടോടെ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ണ് കാണുന്നുണ്ട്. യെസ്, ഇതുപോലെ അഗാരയുടെ ഗ്രാൻഡ് സൂപ്പർ ജംബോ സാൻഡ്വിച്ച് മേക്കർ വീട്ടിലേക്ക് വാങ്ങിച്ചാൽ സാൻഡ്വിച്ച്, ബാർബിക്യൂ, ഗ്രില്ലഡ് ടിക്ക, ഗ്രില്ലഡ് വെജ്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളും ഇതുകൊണ്ടുണ്ടാക്കാം. അതും വളരെ സിമ്പിളായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടപ്പോൾ സാധാരണ പോലെ അടക്കാൻ തുറക്കാം അങ്ങനെയുള്ള സംഭവമേ ഉള്ളൂ. പക്ഷേ ഇതൊരു 3-in-1 മൾട്ടി ഫങ്ഷണൽ സാൻഡ്വിച്ച് മേക്കർ ആണ്. വാ, കുറച്ച് പറയാനുണ്ട്, പറഞ്ഞുതരാം. വലിയ ആഡംബരമൊന്നും ഇല്ലാത്തൊരു ബോക്സ് ആണ്. ബോക്സിനുള്ളിൽ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, സാൻഡ്വിച്ച് മേക്കർ, അത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർമ്മ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇതുപോലെ രീതിയിലാണ് ഈ സാൻഡ്വിച്ച് മേക്കർ വരുന്നത്. ഈ സ്റ്റീൽ ലുക്ക് കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. 2000 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത്. ടോട്ടൽ 3.800 കിലോഗ്രാം വെയിറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയും ഈസി ആയി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. 1 മീറ്ററാണ് ഇതിന്റെ പവർ കോഡിന്റെ വലിപ്പം. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. ലാർജ് നോൺ സ്റ്റിക് ഡൈകാസ്റ്റ് അലൂമിനിയം പ്ലേറ്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന് മാത്രമല്ല ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. നോർമൽ ആയിട്ട് ഇതുപോലുള്ള 4 സാൻഡ്വിച്ചുകൾ ഒരേ സമയം കുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ മുന്നിലായിട്ട് തന്നെ കൂൾ ടച്ച് ഹാൻഡ് തന്നിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാം. മാത്രമല്ല കൈയൊക്കെ മെയിൻ പ്ലേറ്റിൽ തട്ടി പൊള്ളാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇനി ഇതിനുണ്ട് കുറച്ച് ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇതുപോലെ ഈ സൈഡ് തന്നിട്ടുള്ള ഈ ഒരു ബട്ടൺ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫ്ലാറ്റ് ആയിട്ട് ഈ പ്ലേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നതുകൊണ്ട് തന്നെ ലാർജ് കുക്കിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. പിന്നെ ഒരേ സമയം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നോർമൽ രീതിയിൽ തന്നെ ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന അധിക സാൻഡ്വിച്ച് മേക്കറിനും ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഉണ്ടാവാറില്ല. പക്ഷെ ഇത് കൊള്ളാം. പിന്നെ ഫ്ലോട്ടിംഗ് ഹിഞ്ച് സിസ്റ്റം ഉണ്ട്. അതായത് ഈ മുകൾ ഭാഗത്തുള്ള ഈ ലിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളതുകൊണ്ട് സൈസ് ഡിഫറൻസ് ഉള്ള സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഈറ്റ് കിട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും ടൈം സെറ്റ് ചെയ്യാനുള്ള നോബും തന്നിട്ടുണ്ട്. 0 to 30 മിനിറ്റ്സ് വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനത്തിനനുസരിച്ച് കറക്റ്റ് ടൈം ആൻഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം എൻഡ് ആവുമ്പോൾ ഇതുപോലൊരു സൗണ്ടും കേൾക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നും ഉണ്ടാകും. പിന്നെ ഇവിടെ 2 LED ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. റെഡ് പവർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഗ്രീൻ ലൈറ്റ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കത്തി നിൽക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്തുള്ള ആ ഒരു ഈറ്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് താനെ ഓഫ് ആകും. സൈഡിൽ ഇതുപോലെ ഒരു ഹൈറ്റ് ലെവൽ ലോക്കിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് 2 ലെവൽ വരെ നമുക്ക് ഹൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഓവർ ബേൺ ആവാതിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാതിരിക്കാൻ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ചെയ്യാം. ഇനി കുക്ക് ചെയ്യുമ്പോൾ വേസ്റ്റ് വരുന്ന ഓയിൽ ആൻഡ് ബട്ടർ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് ഒരു ട്രേ തന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിച്ചാലും 180 ഡിഗ്രി ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി വരുന്ന ഓയിൽ എല്ലാം കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രേയിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും നല്ലൊരു കാര്യം കേട്ടോ. കാരണം ക്ലീനിങ്ങും എളുപ്പമാവും. പിന്നെ നമുക്ക് ഈ ബാക്കിയായിട്ട് വരുന്ന ഈ ഓയിലും നല്ല സേഫ് ആയിട്ട് തന്നെ ഇതിൽ കിട്ടുകയും ചെയ്യും. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ 2 പ്ലേറ്റ് ഈ സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. വലിയ സംഭവമായിട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ അനുസരിച്ച് അതിന്റെ ടൈമിലും മറ്റുള്ള സംഭവങ്ങളിലും ഇത് വെക്കുന്ന രീതിയിലൊക്കെ മാറ്റം വരുന്നുള്ളൂ. എന്തായാലും എൻ്റെ ഒരു അറിവിൽ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോഴാണ് ടൈം തീർന്നത്. ഏതായാലും കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പവർ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടെമ്പറേച്ചറും അതേപോലെ തന്നെ എത്ര സമയം വേണമെന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ചൊന്ന് ഹീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ഓയിലോ എന്താ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് സാൻഡ്വിച്ചോ എന്താണെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് എടുത്ത് വെക്കുക. വേണ്ട രീതിയിലൊക്കെ വെച്ചിട്ട് പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് അടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കിംഗ് സംവിധാനം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് അങ്ങോട്ട് അടച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു സമയമാകുമ്പോൾ
ഇതുപോലൊരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ നേരെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലുള്ള സാധനം നേരെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക, നല്ല എൻജോയ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ബാലൻസ് വന്ന ഓയിൽ ഇതേപോലെ തന്നെ എടുത്തിട്ട് ആ ഒരു ട്രേന്ന് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ തിരിച്ചു വെക്കുക. അത്രേ ഉള്ളു കാര്യം. അപ്പൊ എപ്പടി ഇருக்கு ഈ സാധനം, കൊള്ളാം അല്ലേ? അപ്പൊ വീട്ടിൽ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയതാണ് ഈ ഒരു മോഡൽ. അപ്പൊ ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ആഗ്രഹത്തിന് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ആവശ്യമുള്ളപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ 1 year വാറന്റിയാണ് കമ്പനിയിൽ നിന്ന് തരുന്നത്. മാത്രമല്ല ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 month എക്സ്ട്രാ വാറന്റിയും കൂടെ കിട്ടും. അപ്പോൾ വെറുതെ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള അഗാരയുടെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ അവർ തരാറുണ്ട്. അപ്പോൾ അതൊന്ന് ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നമുക്കിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന അത് വേറൊരു രസമാണ്, പക്ഷെ നമ്മളെ വീട്ടിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ കഴിക്കുന്നത് വേറൊരു രസമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.